മലയാളത്തിൽ റിലീസായ ഏറ്റവും പുതിയ ഫീൽ ഗുഡ് മൂവിയാണ് ആശാൻ. ഈ ഒരു മൂവി ഡയറക്ട് ചെയ്തിരിക്കുന്ന ജോൺ പോൾ ആണ്. നമ്മുടെ അമ്പലയുടെയും ഗപ്പിയുടെയും ഒക്കെ ഡയറക്ടറാണ്. രണ്ട് മൂവീസ് എൻ്റെ വൺ ഓഫ് ദ ഫേവറേറ്റ് ആയിട്ടുള്ള ഒരു മലയാളം മൂവീസ് ആണ്. ആൻഡ് ആശാനിലോട്ട് വരുമ്പോൾ മൂവി എങ്ങനെ ഉണ്ടായിരുന്നു ചോദിച്ചാൽ വാട്ട് എ ബ്യൂട്ടിഫുൾ മൂവി മാൻ. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. നല്ലൊരു കിടിലൻ മൂവിയാണ്. ഞാൻ എല്ലാവരോടും മസ്റ്റായിട്ട് സിനിമ പോയി കാണാൻ പറയും. കാരണം അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് സിനിമയുടെ സ്റ്റോറി ടെല്ലിംഗ് പോയിരിക്കുന്നത്. ഈ സിനിമ സംസാരിക്കുന്ന ഒരു സ്റ്റോറി എന്ന് പറയുന്ന സിനിമ മോഹിച്ചടക്കുന്ന ഒരുപാട് ആൾക്കാരുടെ ലൈഫ് എങ്ങനെയാണ്, അല്ലെങ്കിൽ സിനിമ എന്ന് പറയുന്ന ആ ഒരു മാജിക്കൽ വേൾഡിൽ എത്തിക്കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും ആ ലോകം, അല്ലെങ്കിൽ ആ ലോകത്തിൽ എത്തിപ്പെടാൻ എന്തൊക്കെ ചെയ്യണം, എത്രമാത്രം സ്ട്രഗിൾ ഉണ്ടെന്നൊക്കെ സംസാരിക്കുന്ന ഒരു മൂവിയാണ്. ഈ ഒരു സിനിമയുടെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇതിന്റെ സ്റ്റോറി ടെല്ലിംഗും സ്ക്രീൻ പ്ലേയും ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസും ഇമോഷൻസും ഒക്കെയാണ്. അത്ര ബ്യൂട്ടിഫുൾ ആയിട്ടാണ് ഈ സിനിമയിൽ എല്ലാ കാര്യങ്ങളും പ്രസന്റ് ചെയ്തിരിക്കുന്നത്. ഈ സിനിമ മെയിൻലി സംസാരിക്കുന്ന ആനന്ദ് എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരന്റെ ലൈഫിൽ നടക്കുന്ന കുറച്ച് ഇവന്റ്സ് ആണ്. പുള്ളിക്കാരൻ ഒരുപാട് വർഷമായിട്ട് തന്റെ ഫേവറേറ്റ് ആയിട്ടുള്ള ഡയറക്ടറിന്റെ ഒരു അസിസ്റ്റന്റ് ഡയറക്ടർ ആവണം, ഇൻഡിപെൻഡന്റ് ആയിട്ടുള്ള സിനിമ ചെയ്യണം എന്നൊക്കെ ആഗ്രഹിച്ച് നടക്കുന്ന ഒരാളാണ്. സോ അങ്ങനത്തെ ഒരാളുടെ ലൈഫിൽ ആദ്യമായിട്ട് നടക്കുന്ന സിനിമ, പിന്നീട് ആ സിനിമയിൽ നടക്കുന്ന കുറച്ച് ഇവന്റ്സ് ആണ് സിനിമ സംസാരിക്കുന്നത്. ആൻഡ് ഈ ഒരു മൂവിയുടെ ബാക്ക് ബോൺ അല്ലെങ്കിൽ സിനിമയെ മുന്നോട്ട് കൊണ്ടുപോകുന്ന രണ്ട് ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് ആണ്. ആ രണ്ട് ക്യാരക്ടേഴ്സ് ചെയ്തിരിക്കുന്ന ഒന്ന് ജോമോനും മറ്റേത് ഇന്ദ്രൻ സേട്ടനുമാണ്. ജോമോനെ കുറിച്ചാണ് ഞാൻ ഇത്ര നേരം പറഞ്ഞത്. ഞാൻ ഇന്ദ്രൻ സേട്ടന്റെ ക്യാരക്ടറാണ് ആശാൻ എന്ന് പറയുന്നത്. ഈ ആശാനെ കുറിച്ച് ഞാൻ ഡീറ്റെയിൽ ആയിട്ടൊന്നും പറയുന്നില്ല, നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും ആ ഒരു ആശാൻ എന്ന് പറയുന്ന വ്യക്തി ആരാണ്, അയാൾ എത്രത്തോളം സിനിമ ഇഷ്ടപ്പെടുന്നുണ്ട്, അല്ലെങ്കിൽ ആ ഒരു വ്യക്തിനെ എത്രത്തോളം ആൾക്കാർ ഇഷ്ടപ്പെടുന്നുള്ളതൊക്കെ നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. അതൊരു വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഈ രണ്ടുപേരുടെ പെർഫോമൻസ് സിനിമയിൽ ബാക്കി എല്ലാ കാര്യങ്ങളും അടിപൊളിയാണെങ്കിലും ഇവരുടെ പെർഫോമൻസ് അത് ടോപ്പ് നോച്ച് ആയിരുന്നു. രണ്ടുപേരും അടിപൊളിയായിട്ട് തന്നെ പെർഫോം ചെയ്തിട്ടുണ്ട്. അതിൽ എസ്പെഷ്യലി ഇന്ദ്രൻ സേടൻ, അതിനെക്കുറിച്ച് പറയാൻ ഈ ഒരു വീഡിയോ പോരാ. കാരണം നമുക്ക് പറഞ്ഞ പോലെ തേച്ച ഇനിയും മിനിങ്ങും എന്ന് പറയുന്ന പോലെ മൂപ്പര് ഓരോ സിനിമ കഴിയുമ്പോൾ നമ്മൾ ഞെട്ടിക്കുന്ന ഒരു മനുഷ്യരാണ് ഇന്ദ്രൻ സേടൻ എന്ന് പറയുന്നത്. ആൻഡ് ഈ ഒരു മൂവിയുടെ സ്റ്റോറി ടെല്ലിംഗ് എന്ന് പറയുന്ന സിനിമയ്ക്കുള്ളിൽ ഒരു സിനിമയാണ്. എടുത്തു പറയുകയാണെങ്കിൽ നമ്മൾ ഉദയനാരായണ താരം, കമാര സംഭവം, അങ്ങനത്തെ സിനിമ പോലെ നമ്മൾ കാണുന്ന ഒരു സിനിമ അതിൻ്റെ അത് വേറൊരു സിനിമ നടക്കുന്നുണ്ട്. അതുപോലെയാണ് ഈ ഒരു സിനിമയിൽ വന്നിരിക്കുന്നത്. പക്ഷേ ഈ ഒരു സിനിമയുടെ ട്രീറ്റ്മെന്റ് അത് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. എസ്പെഷ്യലി ആ ഒരു ക്ലൈമാക്സ് പോർഷനിലൊക്കെ വരുമ്പോൾ നമ്മളൊരു സിനിമയ്ക്കുള്ള ഒരു സിനിമ എന്ന് കാണുമ്പോൾ ഇത്ര കാലമായിട്ട് കണ്ടുവരുന്നതെന്ന് പറയുമ്പോൾ സിനിമയുടെ ക്ലൈമാക്സ് ആകുമ്പോൾ ആ ഒരു സിനിമയുടെ അകത്തുള്ള സിനിമയുടെ കുറച്ച് സീക്വൻസ് ഒക്കെ കാണിച്ച്, അല്ലെങ്കിൽ അതിന്റെ ഒരു റിയാക്ഷൻ പോലെ, അല്ലെങ്കിൽ എന്താണോ അതിന്റെ ഔട്ട്, അത് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോകത്തുള്ളൂ. പക്ഷേ ഈ ഒരു സിനിമയിൽ വന്നപ്പോൾ ആ ഒരു ടെംപ്ലേറ്റ് അല്ല, കംപ്ലീറ്റ്ലി ഡിഫറെന്റ് ആയിട്ടുള്ള പ്രസന്റേഷൻ ആയിരുന്നു. അതെനിക്ക് നല്ല രീതിയിൽ ഇഷ്ടപ്പെട്ടു. ആ ഒരു പ്രീ ക്ലൈമാക്സ് അല്ലെങ്കിൽ ക്ലൈമാക്സ് പോർഷനിലുള്ള ആ ഒരു എൻറ്റയർ മൂവിയുടെ ഒരു എക്സിക്യൂഷൻ ഒക്കെ വളരെ നൈസ് ആയിരുന്നു. ആൻഡ് ഈ ഒരു മൂവിയുടെ മറ്റൊരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് ഇമോഷൻസ് ആണ്. അതായത് സിനിമ ഇഷ്ടപ്പെട്ട് നടക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു സിനിമ എന്താണ്, സിനിമയുടെ ലോകം എന്താണ്, അതിൻ്റെ അകത്തുള്ള കാര്യങ്ങളും അതിന്റെ സ്ട്രഗിൾസും, ഒരു സിനിമ ചാൻസ് കിട്ടി കഴിഞ്ഞാൽ അത് എങ്ങനെയൊക്കെ യൂട്ടിലൈസ് ചെയ്യണം, എങ്ങനെ മുന്നോട്ട് പോകും, സിനിമാ ജീവിതം എന്താണ്, എല്ലാ കാര്യങ്ങളും A to Z ഇതിലെല്ലാം പറഞ്ഞു പോകുന്നുണ്ട്. സോ അതുകൊണ്ട് തന്നെ ഇമോഷണലി, അതായത് സിനിമയിൽ എന്തെങ്കിലും ആകണം, സിനിമയിൽ വർക്ക് ചെയ്യണം, നടനാകണം, ഡയറക്ടർ ആകണം, ക്യാമറമാൻ ആണോ എന്നൊക്കെ പറഞ്ഞു നടക്കുന്ന എന്നെ പോലെയുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. സോ അവർക്കൊക്കെ ഈ ഒരു സിനിമ എന്ന് പറയുന്ന ഒരു പ്യൂർ ജെമ്മാണ്. കാരണം ഈ സിനിമയിൽ എല്ലാം ഉണ്ട്. പെട്ടെന്ന് കിട്ടുന്ന ഒരു കാര്യമല്ല സിനിമ എന്ന് പറയുന്നത്. കാരണം ബാക്കിയുള്ള എല്ലാം ഒരു റെസ്യൂം അയച്ച ഒരു ജോലി പെട്ടെന്ന് കിട്ടും, പിന്നെ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. സിനിമ എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല. ഒരു സിനിമ കിട്ടിയാൽ തന്നെ അവിടെ നിലനിൽക്കുക എന്ന് പറയുന്നത് ഭയങ്കര ടഫായിട്ടുള്ള ഒരു കാര്യമാണ്. പിന്നീട് അവിടെയുള്ള ഇഷ്യൂസ്, കോമ്പറ്റീഷൻസ്, ഇതെല്ലാം ഈ സിനിമയിൽ പറഞ്ഞു പോകുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ഒരു എൻറ്റയർ മൂവി ഒരു പ്യൂർ ജെം അല്ലെങ്കിൽ പ്യൂർ ഇമോഷൻ എന്ന് വേണമെങ്കിൽ പറയാം. ഭയങ്കര എനിക്ക് കണക്ട് ആയി സിനിമ. ഫസ്റ്റ് ഹാഫ് എടുത്ത് പറയുകയാണെങ്കിൽ ഭയങ്കര ഹ്യൂമർ ആയിട്ട് ഭയങ്കര കോമഡി സീക്വൻസ് ഒക്കെ വെച്ച് ഒരു അടിപൊളി ഫീൽ ഗുഡ് ആയിട്ടാണ് സിനിമ പോയിരിക്കുന്നത്. സെക്കൻഡ് ഹാഫിലോട്ട് വരുമ്പോൾ ആ ഒരു എൻറ്റയർ മൂവിയുടെ സ്റ്റോറി ടെല്ലിംഗ് കുറച്ച് സീരിയസ് ആവുന്നുണ്ട്. ആ ഒരു സിനിമയ്ക്കുള്ള സിനിമയും അതിന്റെ പ്രസന്റേഷനും സ്റ്റോറി ടെല്ലിംഗ് ആയിട്ട് ഒന്ന് ഡൈവേർട്ട് ചെയ്ത് കുറച്ച് സീരിയസ് ആയിട്ട് പോകുന്നുണ്ട്. അതൊക്കെ നൈസ് ആയിരുന്നു. സെക്കൻഡ് ഹാഫിന്റെ ലെങ്ത് കുറച്ച് കുറയ്ക്കാന്ന് എനിക്ക് തോന്നി. അതായത് കുറച്ച് ഏരിയാസിൽ ചെറുതായിട്ടൊരു ലാഗ് ഫീൽ ചെയ്തു. അത് ഭയങ്കര ബോറായിട്ടൊന്നുമില്ല, പക്ഷെ എന്നാലും ആ ഒരു സിനിമ നമ്മൾ അതുവരെ കണ്ടുകൊണ്ട് വരുന്ന ഒരു ഫ്ലോ ചെറുതായിട്ടൊന്ന് ഡൗൺ ആവുന്ന പോലെ തോന്നി കുറച്ച് ഏരിയാസിൽ. പക്ഷെ സെക്കൻഡ് ഹാഫ് ഭയങ്കര നൈസ് ആയിട്ടാണ് കൊണ്ടുപോയിരിക്കുന്നത്. സ്പെഷ്യലി ആ ഒരു പ്രീ ക്ലൈമാക്സ് പോർഷനിലൊക്കെ വരുമ്പോൾ നമ്മൾ ആ സിനിമയുടെ സ്റ്റാർട്ടിങ് കണ്ട ഒരുപാട് കാര്യങ്ങളുടെ ഒരു എൻഡിങ് പറയുന്നുണ്ട്. അതൊക്കെ ഭയങ്കര അടിപൊളിയായിരുന്നു. ഇന്ദ്രൻ സേട്ടന്റെ ക്യാരക്ടർ വരുമ്പോൾ സിനിമയുടെ സ്റ്റാർട്ടിങ്ങിൽ പറയുന്ന ഒരു കാര്യമുണ്ട്, അതിന്റെ ഒരു എൻഡിങ്, അല്ലെങ്കിൽ ജോമോന്റെ ക്യാരക്ടറിന്റെ സ്റ്റാർട്ടിങ്, അതിന്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു എൻഡിങ്. അങ്ങനെ ഈ സിനിമയിൽ സ്റ്റാർട്ടിങ്ങിൽ കാണിക്കുന്ന ഒരുപാട് ഇമോഷൻസും ഒരുപാട് ഇവന്റ്സും ഒരുപാട് ക്യാരക്ടേഴ്സ് എല്ലാത്തിന്റെ ഒരു പ്രോപ്പർ ആയിട്ടുള്ള എൻഡിങ്, അല്ലെങ്കിൽ ഇനി എന്താണ് മുന്നോട്ട്, അല്ലെങ്കിൽ ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അടുത്ത എന്താണ്, ആസ് എ ഓഡിയൻസ് ഒരു സിനിമ കണ്ടു കഴിഞ്ഞാൽ അടുത്ത സിനിമ. പക്ഷെ ആ ഒരു സിനിമയ്ക്കുള്ളിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരുടെ ലൈഫ് എങ്ങനെയാണ്, എന്താണ്, അടുത്ത എങ്ങോട്ടാ പോകുന്നതെന്നൊക്കെ ഈ സിനിമയിൽ പറയുന്നുണ്ട്. അതൊക്കെ നൈസ് ആയിരുന്നു. ആൻഡ് ഈ ഒരു മൂവിയിൽ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട മറ്റൊരു കാര്യം എന്ന് പറയുന്ന ഒരു റാപ്പ് സോങ് വരുന്നുണ്ട്. അത് ഭയങ്കര അടിപൊളിയായിട്ടാണ് പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതായത് 10,000 കോടിക്ക് പടം ഇറക്കിയിട്ട് പൊട്ടിയിട്ട് ഓഡിയൻസിന്റെ കുറ്റമാണ്, ഓഡിയൻസ് എഡിറ്റിംഗ് പഠിക്കാത്തതുകൊണ്ടാണ്, ഓഡിയൻസ് ഡയറക്ഷൻ പഠിക്കാത്തതുകൊണ്ടാണ്, കളറിംഗ് പഠിക്കാത്തതുകൊണ്ടാണ്, എഡിറ്റിംഗ് പഠിക്കാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞ ആൾക്കാർ പറയുന്നുണ്ടല്ലോ. അങ്ങനെയല്ല, എന്താണ് സിനിമ എങ്ങനെ പ്രസന്റ് ചെയ്യണം, ഈ 10,000-3,000 കോടി ഇറക്കണമെന്നുള്ള കാര്യം, സിനിമയുടെ കോണ്ടന്റ് അല്ലെങ്കിൽ സിനിമയുടെ പ്രസന്റേഷൻ, സ്റ്റോറി ടെല്ലിംഗ്, ഇങ്ങനത്തെ ഒരുപാട് എലമെന്റ്സ് ഉണ്ട്. അതൊക്കെ പ്രോപ്പറായിട്ട് നോക്കണം. അങ്ങനത്തെ ഒരുപാട് കാര്യങ്ങൾ ആ ഒരു റാപ്പ് സോങ്ങിലൂടെ പറഞ്ഞു പോകുന്നുണ്ട്. അതൊക്കെ നൈസ് ആയിരുന്നു. ആൻഡ് ഈ ഒരു മൂവിയുടെ ടെക്നിക്കൽ സൈഡിലോട്ട് വരുമ്പോൾ എടുത്ത് പറയേണ്ടത് ഇതിന്റെ സിനിമാറ്റോഗ്രാഫി, മ്യൂസിക് ഒക്കെ തന്നെയാണ്. അടിപൊളിയായിരുന്നു. ഇതിന്റെ മ്യൂസിക് ചെയ്തിരിക്കുന്നത് ജോൺ പോൾ ആണെന്ന് തോന്നുന്നു. മൂപ്പര് തന്നെയാണ് ഇതിന്റെ ലിറിക്സോ കമ്പോസർ എന്തോ ആണ്. ആൻഡ് ഇതിന്റെ എഡിറ്റിംഗ് ആയാലും ശരി, സിനിമാറ്റോഗ്രാഫി ആയാലും എല്ലാം നൈസ് ആയിരുന്നു. എസ്പെഷ്യലി നല്ല ഒരുപാട് കിടിലൻ ഫ്രെയിംസും അവർ എഡിറ്റിംഗ് പാറ്റേൺ ആയാലും കളറിംഗ് ആയാലും എല്ലാം നല്ല രസമുണ്ടായിരുന്നു. ആൻഡ് മെയിൻലി ഹൈലൈറ്റ് എന്ന് പറയുന്ന മറ്റൊരു കാര്യം CGI, അതായത് VFX
അടിപൊളിയായിരുന്നു സിനിമ. ഈ ഒരു ആനന്ദ് എന്ന് പറയുന്ന ജോമോന്റെ ക്യാരക്ടർ ഒരു 3D ആർട്ടിസ്റ്റ് ആണ്. സിനിമ തുടങ്ങുമ്പോൾ തന്നെ അത് കാണിക്കുന്നുണ്ട്. ആ ഒരു ക്യാരക്ടറിന്റെ ലൈഫിൽ വരുന്ന കുറച്ച് ഇവന്റ്സിൽ ഈ ഒരു 3D ആനിമേഷനും VFX ഒക്കെ വരുന്ന ഒരു കുറച്ച് പോർഷൻസ് ഉണ്ട്. സോ ആ ഒരു ഏരിയസിലുള്ള CGI വർക്കൊക്കെ അടിപൊളി എന്ന് പറഞ്ഞാൽ കിടിലായിരുന്നു. എൻ്റെ VFX പരിപാടി ഈ സിനിമയിൽ ഭയങ്കര നൈസ് ആയിരുന്നു. ഓൺലൈനിൽ നോക്കുമ്പോൾ ഒരുപാട് പേരുടെ പേര് കാണിക്കുന്നുണ്ട്. അതുകൊണ്ട് എല്ലാവരുടെ പേരായിട്ട് ഞാൻ എടുത്ത് പറയുന്നില്ല. ആ ഒരു എൻ്റെ VFX ടീം നല്ലൊരു കിടിലം വർക്കായിരുന്നു മൂവിയിൽ. എനിക്ക് മൂവി ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആ ഒരു എൻ്റെ മൂവിയുടെ സ്റ്റോറി ടെല്ലിംഗ് ആയാലും ക്യാരക്ടേഴ്സിന്റെ പെർഫോമൻസ് ആയാലും ഇമോഷൻസ് ആയാലും എല്ലാം വളരെ ബ്യൂട്ടിഫുൾ ആയിരുന്നു. ഒരു പ്യുവർ ജെം ആണ് സിനിമ എന്ന് പറയുന്നത്. സോ എന്തായാലും എല്ലാവരും തീർച്ചയായിട്ടും ഈ ഒരു മൂവി കണ്ടു നോക്കുക. ഒരു അടിപൊളി ഫീൽ ഗുഡ് മൂവിയാണ്. സോ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കുക. ഓൾറെഡി ഈ ഒരു മൂവി കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻസ് എന്താ വെച്ചാൽ കമന്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ. ഇതുപോലത്തെ കൂടുതൽ വീഡിയോസിന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. താങ്ക് യു സോ മച്ച്.